CPM സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കും. കമ്മിറ്റിയിൽ യുവാക്കളെ കൂടുതലായി ഉൾപ്പെടുത്താനാണ് ധാരണ. AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവരെ ഒഴിവാക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യത. സമ്മേളന നഗരിയിൽ നിന്ന് അഭിലാഷ് മോഹനനും രഘുനാഥ് നാരായണനും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ന് സമാപന ദിവസമാണ്. ഏറ്റവും പ്രധാനമായി നമുക്കറിയേണ്ടത് MV ഗോവിന്ദൻ തന്നെ സെക്രട്ടറിയായി തുടരും. മറ്റ് ചർച്ചകൾ അതിൽ ഇല്ല എന്നറിയുന്നു. അതോടൊപ്പം ഇന്ന് 11 മണിയോടുകൂടി മുഖ്യമന്ത്രി മറുപടി നൽകും നവകേരള വികസന രേഖയിൽ. പിന്നെ അറിയേണ്ടത് ആരൊക്കെ പുതിയതായി എത്തുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള അംഗങ്ങളെ കൂടി ഇന്ന് തെരഞ്ഞെടുക്കുമോ എന്നാണ്. ആര്യ, അക്ഷയ, ഇന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായും നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് പുതിയ സംസ്ഥാന സമിതിയിലേക്കാണ്. 11 മണിക്കാണ് ഇന്നത്തെ സമ്മേളന സെഷൻ ആരംഭിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവകേരള രേഖയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുണ്ട്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പുതിയ സമിതിക്ക് വേണ്ടിയുള്ള പുതിയ സമിതിയിലേക്കുള്ള ഔദ്യോഗിക പാനൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമായും യുവത്വമുള്ള ഒരു കമ്മിറ്റി എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് NV ബാലകൃഷ്ണൻ മാസ്റ്റർ മാറുമ്പോൾ M രാജഗോപാലൻ പുതുതായി കമ്മിറ്റിയിലേക്ക് വരും. കണ്ണൂരിൽ PK ശ്രീമതി ടീച്ചർ മാറുമ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് N സുകന്യ പുതുതായി കമ്മിറ്റിയിലേക്ക് വരും. ഇവിടെ നിന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. ഒപ്പം മുൻ സംസ്ഥാന SFI പ്രസിഡന്റ് K അനുശ്രീയുടെ പേര് പരിഗണനയിലുണ്ട്. SFIയുടെ ദേശീയ നേതാവായിരുന്ന നിതീഷ് നാരായണന്റെ പേര് പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ നിന്ന് കാരായി രാജനും സംസ്ഥാന സമിതിയിലേക്ക് വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്. വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ് പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് വരും. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് വരും. DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫും കോഴിക്കോട് നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് വരും. മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. എറണാകുളത്ത് നിന്ന് S ശർമ്മ അടക്കമുള്ളവർ മാറാനിടയുണ്ട്. എറണാകുളത്ത് നിന്ന് CB ദേവദർശനനും അതുപോലെ തന്നെ PR മുരളീധരനും പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. ആലപ്പുഴയിൽ നിന്ന് PP ചിത്തരഞ്ജൻ പുതുതായി കമ്മിറ്റിയിലേക്ക് വരും. കൊല്ലത്ത് നിന്ന് M നൌഷാദ് MLA, രവിപുരം MLA M നൌഷാദ് പുതുതായി കമ്മിറ്റിയിലേക്ക് വരും. DYFI നേതാവ് അരുൺ ബാബുവിന്റെ പേരും പരിഗണനയിലുണ്ട്. മുൻ SFI നേതാവ് P സജിയും കൊല്ലത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാളാണ്. തിരുവനന്തപുരത്ത് നിന്ന് DK മുരളി, വാമനപുരം MLA പുതുതായി കമ്മിറ്റിയിലേക്ക് വരും. CITU നേതാവ് KS സുനിൽകുമാറിന്റെ പേരും തിരുവനന്തപുരത്ത് നിന്ന് പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് JC തോമസ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. വർഗ ബഹുജന സംഘടനകളുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വമായി നിന്നിരുന്ന ഒരു പറ്റം യുവ നേതാക്കൾ പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതായിരിക്കും ഈ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഈ പ്രായപരിധി നിബന്ധന മാത്രമല്ല, മറ്റ് ശാരീരികമായ അവശതകൾ, പൂർണ്ണസമയ പ്രവർത്തനത്തിനുള്ള ആരോഗ്യമില്ലായ്മ തുടങ്ങിയവയൊക്കെ പരിഗണിച്ചാൽ 15-ലധികം പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുകയാണ്. അപ്പോൾ ഒരു 20ഓളം പുതുമുഖങ്ങൾ പുതിയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന ഒരു കമ്മിറ്റിയാണ് ഔദ്യോഗിക പാനലായി വരിക. ആ കമ്മിറ്റി ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെടും. MV ഗോവിന്ദൻ മാസ്റ്ററെ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്യും. എങ്ങനെയാണ് ആരൊക്കെയാണ് പുതുതായി അംഗങ്ങളാവുക എന്നുള്ള കാര്യമാണ് അഭിലാഷ് സൂചിപ്പിച്ചത്. അതിൽ കൂടുതൽ പുതുമുഖങ്ങളെ, ഒരു പക്ഷേ പാർട്ടിക്ക് ഇനി അടുത്ത നേതൃനിര ആര് എന്നുള്ളൊരു വലിയ ചോദ്യം, അത് ചോദ്യചിഹ്നമായി തന്നെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കൂടി CPM കടക്കുന്നതെന്ന് മനസ്സിലാക്കണം. രഘുനാഥ് നാരായണൻ കൂടിയുണ്ട്. രഘു, ഇപ്പോൾ പുതിയ അംഗങ്ങളെ പറ്റി, ഒഴിവാക്കപ്പെടുന്ന ആളുകളെ പറ്റിയൊക്കെ അഭിലാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ട, അതിനപ്പുറത്തേക്ക് കൊല്ലം സംസ്ഥാന സമ്മേളനം രേഖപ്പെടുത്താൻ പോകുന്ന CPM നയം മാറുന്നു, പുതിയ പാതയിലേക്ക് കാലത്തിനൊത്ത് പാർട്ടി മാറുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും? മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. വലിയ വിമർശനം സമ്മേളനത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള വിശദാംശങ്ങൾ. നവകേരളത്തിനായിട്ടുള്ള പുതുവഴികളിൽ നടന്ന ചർച്ചയിൽ 11 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. വിമർശനങ്ങൾക്ക് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് യൂസർ ഫീ, അതായത് നിലവിൽ എല്ലാവർക്കും നൽകുന്ന സൗജന്യങ്ങൾ, എല്ലാ സമ്പത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ള, അല്ലെങ്കിൽ ധനികർക്കും ദരിദ്രർക്കും ഒരേ രീതിയിലുള്ള സൗജന്യങ്ങൾ നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് യൂസർ ഫീ അടക്കം സെസ് അടക്കം ചുമത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉയർന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണത്തെ കുറിച്ചാണ്. മുതലാളിത്ത പങ്കാളിത്തത്തോടുകൂടി തകർന്നു കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നവീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം എന്ന് മാത്രവുമല്ല, പണം കണ്ടെത്തുക എന്നുകൂടിയുണ്ട് ഈ സ്വകാര്യവൽക്കരണം. അതായത് പൊതുമേഖലയിലെ അടക്കം സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നതോടെ, അതായത് വികസനത്തിന് വേണ്ടി കേന്ദ്രം പണം നൽകുന്നില്ല, അതുകൊണ്ട് സ്വന്തം നിലയിൽ പണം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന നവകേരളത്തിനായുള്ള പുതുരേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇത് CPM സംബന്ധിച്ചിടത്തോളം
വലിയൊരു നയമാറ്റം കൂടിയാണ്. സംഘടനാപരമായി മാത്രമല്ല, CPM ഭരിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ പുതിയതായി, അതായത് നയവ്യതിയാനം കൊണ്ടുവരാനുള്ള കാലങ്ങളായി CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ CPM ശക്തമായ പൊതുമേഖലാ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുലയ്ക്കുന്നതിനടക്കം വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്ന CPM-ഉം ഒരർത്ഥത്തിൽ ആ വഴിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളൊരു വലിയ നയവ്യതിയാനം കൂടിയാണ് ഈ കൊല്ലം സമ്മേളനത്തോടു കൂടി ഉണ്ടാകുന്നത്. സ്വാഭാവികമായി തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ പാനലിനോടൊപ്പം തന്നെ നവകേരളത്തിനായുള്ള പൊതുരേഖയും അംഗീകരിക്കപ്പെടും. ഇതിനുശേഷം LDF-ൽ ചർച്ച ചെയ്യും. ഒരു പക്ഷേ പാർട്ടി ഇത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കി കീഴ്ഘടകങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷം എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരു 5-6 മാസത്തിനകം അറിയാൻ വേണ്ടി കഴിയും. അഭിലാഷ്, ഈ കൊല്ലം സമ്മേളനം എങ്ങനെയായിരിക്കും അടയാളപ്പെടുത്തപ്പെടുക? കാരണം നോക്കൂ, പാർട്ടിയിലാണെങ്കിലും ശരി, സർക്കാരിലാണെങ്കിലും ശരി, പിണറായി വിജയന്റെ സർവാധിപത്യം കണ്ടൊരു സമ്മേളനമായിരിക്കില്ലേ? ഒരു വരി പോലും വിമർശനമേൽക്കാതെ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല. മുഖ്യമന്ത്രി പാർട്ടിയിലും അതോടൊപ്പം തന്നെ സർക്കാരിനു വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്നുവെന്ന പ്രശംസകൾ, അല്ലാതെ ഒരു വരി പോലും വിമർശനം കേൾക്കാത്ത ഒരു സമ്മേളന കാലമല്ലേ കടന്നുപോകുന്നത്? അഭിലാഷ്. ആര്യ, തീർച്ചയായും 7.5 മണിക്കൂറാണ് സംഘടനാ റിപ്പോർട്ടിന്മേൽ പൊതു ചർച്ച നടന്നത്. അതുപോലെ തന്നെ 4.5 മണിക്കൂർ നേരമാണ് ഈ പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള നയരേഖയിൽ ചർച്ച നടന്നത്. ഈ സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരോക്ഷമായ ഒരു വിമർശനം പോലും ഉയർന്നില്ല എന്നുള്ളത് ഈ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതേസമയം പാർട്ടി നേതൃത്വം വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ മന്ത്രിമാർ പരാജയപ്പെടുന്നുവെന്ന വിമർശനം ഉയരുകയും ചെയ്തു. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയന്റെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കുന്ന സമ്മേളനം എന്നുള്ള നിലയിൽ കൂടി നമുക്ക് കൊല്ലത്തെ കാണാം. വളരെ കാലമായി 2005 മലപ്പുറം സംസ്ഥാന സമ്മേളനം മുതൽ ഇങ്ങോട്ട് പൂർണ്ണമായ നിയന്ത്രണം CPM-ൽ പിണറായി വിജയനെ സംബന്ധിച്ചുണ്ട്. അപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയരുക എന്നുള്ളതൊരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനം പോലും ഉയർന്നില്ല. അതേസമയം പാർട്ടി സെക്രട്ടറിക്ക് നേരെ ചില വിമർശനങ്ങൾ ഉയർന്നു. അതും അങ്ങനെ കേന്ദ്രീകൃത വിമർശനമെന്നോ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വിമർശനമെന്നോ ഒന്നും പറയാൻ കഴിയുകയുമില്ല. സ്വാഭാവികമായി ഉയർന്നു വന്ന വിമർശനങ്ങളാണ്. അതിന് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയുകയും ചെയ്തു. ചില വിമർശനങ്ങളോട് അദ്ദേഹം രൂക്ഷമായി തന്നെ പ്രതികരിച്ചു എന്നുള്ളതും, മറുപടി പ്രസംഗത്തിൽ പ്രതികരിച്ചു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയിലും പ്രതിനിധികൾ ഏതാണ്ട് ഒറ്റക്കെട്ടായ സമീപനമെടുത്തു. ഇത് ഇടതുപക്ഷ സമീപനമാണോ എന്ന സംശയം കോഴിക്കോട് ഡെലിഗേഷന്റെ ഭാഗമായി ഒരു പ്രതിനിധി ഉന്നയിച്ചു. അതുപോലെ തന്നെ ജനങ്ങളെ എതിരാക്കുന്ന വിധത്തിലാവരുത്, ബംഗാൾ പലരും ഉദാഹരിച്ചു. ബംഗാൾ മോഡൽ ആവരുത്. കാരണം ബംഗാളിൽ 2006 ഇതുപോലെ നടത്തിയിട്ടുള്ള ഒരു നയപരിണാമമാണ് 2011 വലിയ തകർച്ചയ്ക്ക് വഴിവെച്ചത്. അപ്പോൾ ബംഗാളിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളണമെന്ന് പ്രതിനിധികൾ പറഞ്ഞു വെച്ചു. ഒരു ജാഗ്രത അക്കാര്യത്തിൽ വേണം. ഇങ്ങനെയുള്ള നയങ്ങൾ നടപ്പാക്കുമ്പോഴും സാധാരണ ജനങ്ങളുടെ ക്ഷേമം എന്ന കാര്യം മറന്നുപോകരുത് എന്ന ഓർമ്മപ്പെടുത്തലുണ്ടായി. അപ്പോൾ വ്യവസായം പുതുതായി വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പൊതുമേഖലയെക്കുറിച്ച് മറക്കരുത് എന്ന പരാമർശമുണ്ടായി. അപ്പോൾ ഈ ചർച്ചയുടെ നമ്മൾ അതിനെ സമഗ്രമായി പരിശോധിച്ചാൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖയോ വിമർശിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ഈ വികസന രേഖ സംബന്ധിച്ച ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഇതൊരു ഇടതുപക്ഷ സമീപനം ആകാതെ പോകരുത് എന്നുള്ളതും ഈ നയങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ ജനങ്ങളെ മറക്കരുത് എന്നുള്ളതുമാണ്. ബംഗാളിന്റെ പാഠത്തെ മറക്കരുത് എന്നുള്ളതുമാണ്. എന്നാലും നമ്മൾ സമഗ്രമായി പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മാൻഡേറ്റ് സമ്മേളനം പിണറായി വിജയന് നൽകുന്നു. പൂർണ്ണമായും അദ്ദേഹത്തിന്റെ ഈ നയസമീപനങ്ങൾ നടപ്പാക്കാൻ എന്ന് പറയേണ്ടി വരും.